ഹലോ, വെൽക്കം ടു റിച്ച് ഡയറി. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഞാനിതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ അതിൻ്റെ കൂടെയുള്ള രണ്ട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു ചക്ക അല്ലേ, അതെടുത്ത് ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേവിക്കാൻ വെച്ചു. വെള്ളം വേറെ ഒന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു അതിൽ. അതിനുശേഷം നമ്മളെ നൂലപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടാവില്ലേ, ഞാൻ സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് എടുത്തിട്ടുള്ളത്. ആ നൂലപ്പത്തിൻ്റെ പൊടി നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അതിൽ ഉപ്പ്, ജീരകം, ഏലക്കാപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെല്ലവും തേങ്ങയും അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മളുടെ ചക്ക വെന്തിട്ടുണ്ടാവും. ആ വെന്ത ചക്ക മിക്സറിലടിച്ച് ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ അരിക്കൂട്ടിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ വിചാരിച്ച പോലെ കുഴഞ്ഞ് കിട്ടില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കുഴനിർത്താം. ശേഷം നല്ല വാഴയിലെടുത്ത് അതിൽ നെയ്യ് തടവി കൊടുക്കണം. പിന്നെന്ത് വേണം, നമ്മുടെ അരിമാവെടുത്ത് ഇതുപോലെ ഉണ്ടയാക്കി നമ്മൾ അടയാക്കില്ലേ, അതുപോലെ പരത്തിയെടുക്കാം. നന്നായിട്ട് കട്ടി വേണ്ട, പക്ഷെ നേരിയതാകാനും പാടില്ല. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുരുട്ടിയെടുക്കുക. എന്നിട്ടോ ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഒരു 4 എണ്ണമാണ് ആക്കിയിട്ടുള്ളത്. ബാക്കി മാവ് ഇരിപ്പുണ്ടല്ലോ, ഇത് ആയിക്കഴിഞ്ഞിട്ട് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചക്കച്ചുരുട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഐറ്റം? ഇതിലെല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ. ഒന്നധികം വേണം അങ്ങനെയൊന്നുമില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ദേ നോക്കിയേ, നമ്മുടെ ചക്കച്ചുരുട്ടിൻ്റെ ഇലയൊക്കെ മാറ്റി നോക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ? നമ്മുടെ ടെസ്റ്ററിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവൾ പറയാൻ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് കൂട്ടുണ്ടായിരുന്നില്ലേ, അതിനെ കൊണ്ട് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം. കുമ്പിളപ്പം സാധാരണ ഈ കറപ്പയുടെയൊക്കെ ഇലയില്ലേ, അതിലാണ് ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് ആ ഇല കിട്ടാത്തത് കൊണ്ട് ഞാൻ പ്ലാവിലയാണ് എടുത്തത്. നമ്മൾ കാമൻ്റെ അടയൊക്കെ ആക്കുമ്പോൾ പ്ലാവിലയിലാണ് കാമൻ അട ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പ്ലാവിലയിലാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ച് ഉരുട്ടിയെടുത്ത് നമ്മുടെ ഈ ഇലയിലോട്ടിങ്ങനെ പറ്റിച്ച് കൊടുക്കണം. ഈ ഷേപ്പാണ് ഉണ്ടാവുക, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് ഉണ്ടാവുക. എന്നിട്ട് അതിൻ്റെ ബാക്കി ഇലേനെ കൊണ്ട് അതിങ്ങനെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആവിക്ക് വെക്കണം. ഞാൻ ബാക്കി കുറച്ച് മാവും കൂടി ഈ ചക്കച്ചുരുട്ടാക്കിയിട്ടുണ്ടേ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയുടെ കുമ്പിളപ്പം. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, അതുപോലെ തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി ഇത്തിരിയും കൂടി മാവ് ബാക്കിയുണ്ട്, അതിനെ കൊണ്ട് നമുക്ക് ചക്കയുണ്ട ഉണ്ടാക്കാം. ഇതുപോലെ ഉരുട്ടി ആവിക്ക് വെക്കുകയേ വേണ്ടൂ. അപ്പം 3 സാധനങ്ങളും പെട്ടെന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അത്രയും ടേസ്റ്റാണ്. നിങ്ങളിത് വീടില്ല. ഒരു കൂട്ടുകൊണ്ട് തന്നെ 3 കടികളായില്ലേ. അപ്പോൾ വേഗം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.